വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായിട്ട് ഞാനിപ്പം കുതിർത്ത് വെച്ച ഗ്രീൻ പീസും പിന്നെ ഉരുളക്കിഴങ്ങ് വലുതായി അരിഞ്ഞതും 2 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. 5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ചു കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ ഫെണൽ സീഡ്സ് ഉണ്ടല്ലോ, പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു സവാളയാണ് കേട്ടോ. ഇനി ഇത് വഴറ്റിയൊന്നെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകാണ് കേട്ടോ. എരിവിനനുസരിച്ച് കൂടുതൽ ചേർത്തെടുക്കാവുന്നതാണ്. എന്നിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി വലുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ എന്നിവയെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒരു 5 മിനിറ്റോളം ഇത് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അവസാനം ഇതിലേക്ക് അല്പം കസൂറി മെത്തി ലീവ്സും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു 2 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.